വാട്ടാട്ടാ മറ്റേ കട്ടായി പോയി. ജീപ്പേ ചെയ്യണമായിരുന്നു. അവിടെ അടുത്ത ചെന്നപ്പോ കോഴിമുട്ട കാണാൻ പുളിമുട്ട ഒറ്റക്ക് ഇടണോ? കോഴിമുട്ട കോഴിമുട്ട പൊട്ടിച്ചോണ്ടിരിക്കണം. ഒരു കയ്യില് ക്യാമറ, ഒരു കയ്യില് ക്യാമറ, ഒരു കയ്യില് ലോലിപോപ്പ്. നല്ല രസമാണ്. ബ്ലാക്ക് കളർ കോമ്പസ് പൊട്ടിച്ച് വെച്ചേക്കണ അതിനകത്ത് സൈഡിൽ പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഞാൻ പിടിക്കാം. പൊട്ടിക്ക് ഫോൺ പിടിച്ചപ്പോ തന്നെ പൊട്ടി വന്നു. ഞാൻ പിടിക്കാം. അപ്പൊ പൊട്ടി. പച്ച കളറിന് കളർ ഇത് കാണിച്ചു കണ്ട ഗൈസ്. ആ കമ്പനി കാണിച്ചു കൊടുക്കടാ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കോഴിമുട്ട മേടിച്ചില്ല. കണ്ടാ നല്ല കമ്പനിയാണ്. പകുതി പോയാനെ പണ്ടത്തെ കോഴിമുട്ടേനെക്കാട്ടും ടാസ്ക് ഇപ്പുറത്തെ ഇത് പൊട്ടിക്ക്. സത്യം നല്ല കാറ്റുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഒന്ന് ഒറ്റ ഒറ്റ എല്ലാം പൊട്ടി വരും. അത്രയൊക്കെ കോഴിക്കായിരുന്നു പണ്ടൊക്കെ. ഇതിന്റെ ബ്ലൂ ആണ് നമ്മുടെ ഇവർക്കുള്ളത്. ബൈക്ക് സ്മിത്തിന് കിട്ടിയ ബൈക്ക് സെറ്റ് സാധനം നമുക്ക് വാങ്ങണം. അടുത്ത വർഷമല്ലേ നമ്മളെ വാങ്ങും എന്തായാലും. നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കൊച്ചുങ്ങൾക്ക് പോയിന്റ് കൊച്ചിനെ ഉണ്ടാക്കിക്ക. പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കൊച്ചനാണ്ട് പിന്നെ വാങ്ങാനൊക്കെ പറ വാങ്ങിയുള്ള വരുന്നേ. എൻ്റെ കോഴിമുട്ട ഞാൻ അറിയാട്ടെ കട്ടിപ്പൊട്ടിക്കും. ഞാൻ പൊളിച്ചിട്ട് വരില്ല. ഓക്കെ വീടെത്താറായി. ആരെങ്കിലും അക്ഷയ സെന്ററിൽ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ വീടുണ്ട്. അങ്ങോട്ട് വന്ന് ഇവൻ്റെ വീട്ടിലോട്ട് വരാൻ ചായ കുടിച്ചിട്ട് പോവാം. അപ്പം അതൊക്കെ പോവാം. എറിയാൻ പോവാം. അഗ്നിയുടെ ഏറി. വാട്ടേറി. പോയില്ല. നമുക്ക് പറ്റുമെങ്കിൽ മാത്രമേ ഫോണിൽ എടുക്കുള്ളൂ. ആരും പറ്റുമെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം ചേട്ടൻ കുറച്ച് ബിസിയാ. ബിസി പേഴ്സൺ. 23,000 രൂപയുടെ സെറ്റപ്പ് സാധനം കേട്ടോ. കിണ്ണ സാധനം നല്ല രസമാണ്. ബ്ലാക്കാന്ന് പറഞ്ഞാലേ ഉള്ളൂ ഞാൻ വിളിച്ചിട്ടുള്ള. അന്നേരം ഒന്നും എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായില്ല. ഞാൻ നേരെ യൂട്യൂബിൻ്റെ കാര്യം ഉറപ്പിച്ചിട്ടുണ്ടായില്ല. അപ്പം ഗൈസ് നമ്മൾ വീട്ടിലെത്തി. ഡഡിക്കോളോട് നിന്ന് ഫുഡ് കഴിച്ചു. നമ്മളോട് നിന്ന് പാലും വെച്ചിട്ട് വന്നു. ഗൈസ് ഇവിടെ പാല് വെച്ചിട്ടുണ്ടോ നോക്കി. പാല് തന്നെ വേറെ കമ്പനിയാണേ ഉള്ളൂ. വിലുവട വാങ്ങാൻ പോയിട്ട് അവനെങ്ങനെ അതുണ്ടാക്കുന്നതെന്ന് നോക്കണം. ഈ ഒരു പാക്കറ്റ് പാല് എനിക്ക് മാത്രമല്ല. ഒന്നും കാണത്തില്ല. എന്റെ ഇവിടെ കാണുന്നത് അവിടെ മര്യാദ കുടിയടാ. ആണോ നീ എടുക്കുന്ന ക്യാമറ ഓടിക്കാൻ അറിയാം. മണ്ടൻ വലിയൊരു കുക്കറാണ്. ആണോ നമ്മള് തരത്തില്ലാത്ത പറഞ്ഞ റിയൽ ലൈഫിൽ ഇങ്ങോട്ട് കാണുമ്പോ നമ്മൾ ക്ലോക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയ ചന്ദ്രന്റെ സ്റ്റാർ സൂര്യനും ചന്ദ്രനും ഉണ്ടല്ലോ. ഇപ്പോഴാ ശ്രദ്ധിക്കണേ, സൂര്യനും ചന്ദ്രനും ഉണ്ട്. യൂട്യൂബ് ചാനലിന് പൈസ ആണോ? അതെ, യൂട്യൂബ് ചാനലിൽ ഉണ്ടാക്കി കുറെ വെച്ചിട്ടുണ്ട്. ഫേക്ക് മണി പക്കാ ഫേക്ക്. പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരാളെ ചിലപ്പോ ദേവനെ പ്രാങ്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടാവും. ഡേ മൈ ലൈഫ് എന്തൊക്കെ ഇന്ന് എടുക്കണ്ടേന്ന് അറിയോ? നമ്മൾ കുറെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുട്ബോൾ മാച്ച് ഉണ്ടാവില്ല കേട്ടോ. ഇന്ന് ബാഡ്മിന്റന്റെ മാച്ചാ. എന്നിട്ട് അവിടെ കഥ അടച്ചേരെ.
വീഡിയോ എടുക്കുക. എന്താണത്? ഇവൻ തിന്നണോലാരും കോഴിമുട്ടായി തിന്നാല് ആസ്വദിച്ച് തിന്നണം ഗൈസ്. എന്താ അറിയാതെ പൊട്ടിപ്പോടാ, ഞാൻ അറിയാതെ കടിച്ചു. ആ നല്ല ടേസ്റ്റ് ഉണ്ടാ. ഞാൻ മേടിച്ച് കൊടുത്തിട്ട് എന്നെ തന്നെ അവനാക്കും. ചോക്കോസാണോ? പൈസപ്പാ നാളെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ അടിച്ചാട്ടോ. നമ്മുടെ ഷേക്ക് ഇടാം. ഷേക്ക് കുറച്ച് കണ്ട് കഴിക്കാല്ലേ? കോഴിമുട്ട കെട്ടിയ ഒരു സാധനം കാണിച്ചാൽ കേട്ടോ. ഒരു മിനിറ്റ് ഉണ്ടാക്കല്ലേ. ഒരു സാധനം കാണിച്ചാൽ സ്റ്റിയറിംഗ് വീലിൻ്റെ അകത്ത് ബൂസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ലെന്ന് പോയാ. ഇന്നലെ വരെ ഇതിനകത്ത് ബൂസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു. അതിനകത്ത് മാറ്റി. പിന്നെ അവന് പ്രാന്തായിട്ട് imaginations that could creations. അതിനകത്ത് മാറ്റിയല്ലേ മോൻ? ഞാനോ? ഇന്നലെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇന്നലെ ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ അയ്യോ തലവത്ത വെള്ളായി. ഇന്ന് ചിലപ്പോൾ നന്നായിട്ടുണ്ടാവൂല്ലേ? Maybe അമ്മേ സോറി ഗൈസ്. നമുക്ക് ഇവൻ മറ്റേത് കാണിച്ചു തരും ഗൈസ്. എൻ്റെ സാമിയുടെ അക്കൗണ്ട് എടുത്ത ലോസ്റ്റിക്കുള്ള തെരാസ് കാണിച്ചു തരാട്ടാ. ഗൈസ് ഫുഡ് അഗ്നി ഉണ്ടാക്കാൻ പാത്രമില്ല. അഗ്നി ഉണ്ടാക്കാൻ പാത്രം ഒന്നല്ലേട്ടാ അതിന് വട്ട. പാത്രവും ഇല്ലേ? അവരുടെ ഐഡിയ പുളിമുട്ടയും കോഴിമുട്ടയും നല്ലത്. പുളിമുട്ട കുട്ടിക്കണം. കിട്ടി ഗൈസ്. എന്നിട്ട് നമ്മള് കഴുകണം. കോഴിമുട്ടയുടെ മുകളിൽ കാണിക്കുന്നത്. കോഴിമുട്ടയുടെ മുകളിൽ വെക്കണം. നല്ല ടേസ്റ്റ്. പുളിമുട്ടായി തരാം. ഇവിടെ അല്ല എന്റെ ഒരു പുളിമുട്ടായി. അതാണ് ഈ എൻ്റെ വയറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ 2 മുട്ടായി ഞാൻ തിന്നു. എടാ എന്റെ ഒരെണ്ണം കാണാനില്ലടാ. സീരിയസ്ലി എനിക്ക് ഒരെണ്ണം കൂടെ ഉണ്ട് ഗൈസ്. കാണുന്നില്ല. 3-4 അവിടെ നിന്ന് എടുത്ത് 2 നിനക്ക് 3 2 ഒരെണ്ണം കളഞ്ഞു പോയി. അല്ല ഒരെണ്ണം ഞാൻ തിന്നായിരുന്നു. ഇവന് 2 കൊടുത്തു, ഞാനും 2 എക്സ്ട്രാ എടുത്തു. അപ്പൊ എന്റെ ഒരെണ്ണം കൂടെ എന്ത് ചെയ്യും? ഉണങ്ങിയായിരിക്കും. നീ അറിയാതെ പറയാൻ പറ്റില്ല. നീ കഴിച്ചല്ലേ ഫുഡ്? വേണോ? ഇത് നല്ല കേട്ടോ. നിങ്ങളുടെ പിള്ളേർക്കൊക്കെ മേടിച്ചു കൊടുക്കൂ. നിങ്ങൾ മൂത്തവർ കാണുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ കിഡ്സിന് മേടിച്ചു കൊടുക്കുക. ഫ്രൂട്ട് ലൂപ്സ് കെലോക്സ് വാങ്ങിച്ചു കൊടുത്താൽ മതി. നല്ലതാ. ചോക്കോസും ഇതും കുഴപ്പമില്ല, നല്ലതാ. പക്ഷെ ഇതിനത്ര അടിച്ചില്ല. ചോക്കോസ് വന്നാലും കെലോക്സ് വന്നാലും എന്ത് വന്നാലും ഞാൻ പാല് തന്നെ കഴിക്കട്ടെ. മറ്റേ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചാച്ചു പിടിച്ചിട്ട് പാലല്ല ഇങ്ങനെ കോഴിമുട്ടയുടെ അകത്ത് കെലോക്സ് ഇട്ടു. എൻ്റെ പൊന്നെ പ്രാന്താട്ടവന് പറഞ്ഞ കേട്ടാ. അങ്ങാണ്ടി ഇത് വെക്കാനുള്ള പാത്രം എന്ത് വെക്കാൻ? മറ്റേ അയ്യോ മറ്റേ അവരുടെ വീഡിയോ ഇല്ലേ, അവനധികം പാല് കുടിച്ചു എനിക്ക് തോന്നുന്നില്ല.
ബാക്കി ഇത് ഷേക്ക് അടിക്കാനുള്ളതാണ് ഗൈസ്. ഷേക്ക് ചെയ്യലപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ അടിക്കുള്ളൂ കേട്ടോ. സ്പൂൺ എടുത്തിട്ട് വരാം. ഗൈസ് നമ്മൾ എന്തെടുത്താലും കഴുകണം. വല്ല പാറ്റയും വലിയ കൊണ്ടുവന്നാണോ പറയാനില്ല. ക്യാമറ ആദിക്കുട്ടാ വന്നാടാ, ക്യാമറ പിടിച്ചേ. ക്യാമറ ഒന്ന് എടുക്കടാ. എടാ ക്യാമറ പോയി എടുക്കടാ. ചെക്കൻ കലോക്സിന്റെ പാത്രം കൊണ്ട് ഇവൻ വണ്ടി ആക്സിലേറ്റർ ഇട്ടിട്ട് പോയേക്കണേ. ഇവൻ ഇന്നലെ എന്നെ പ്രാഗ് ചെയ്തതല്ലേ. ഞങ്ങള് ഫുഡ് കഴിഞ്ഞിട്ട് ഗൈസ് എനിക്കൊരു കിടക്കാച്ചി കൊണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഇടയിൽ ഞാൻ ഇന്നലെ ഓടിച്ചതാ. ഇവൻ ഇന്നലെ ഓടിച്ചു, പക്ഷെ ഞാൻ ഓടിച്ചിട്ട് ഗൈസ് ഒന്ന് കാണിച്ചു കൊടുത്തടാ. ഇത് ആദ്യം തിന്നിട്ട് തിന്നട്ടെ ഗൈസ്. ഗൈസ് ഞാൻ തിന്നണതിൻ്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിക്കണം. വേണ്ട ഞാൻ റോങ് സൈഡൊക്കെ പിടിച്ച് പോണി. ഫ്രണ്ടിൽ പോയി വണ്ടി ഉണ്ടോ നിങ്ങള്? സാധനം പിടിക്കാൻ പോകട്ടാ. പിടിക്കാനും പറ്റില്ല, അവനിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാവില്ല. നോക്കാം. കോഴിമുട്ട എന്തേ സംഭവം വളർത്തിടൂ. ഇനി പുറത്തെ കാട്ടി പോയി കിടക്കും. കണ്ടേ കിടക്കാച്ചുണ്ടല്ലേ. ഏതൊരു പോയടേ അവനെ പിടിക്കാനല്ല പോണേ. കാണാനില്ല. പിന്നെ നമ്മള് കാർ റിപ്പയർ ചെയ്യാൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ടയർ എന്നും ഡ്രിഫ്റ്റിംഗ് ടയർ ആക്കാനായി കാണിച്ചു തരാതെ. ഡ്രിഫ്റ്റ് ടയർ ആക്കണം എന്നുണ്ട്. ഫോർച്യൂണേഴ്സ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. ഒറിജിനൽ സ്റ്റിയറിംഗ് വീൽ വരുമ്പോൾ ശരിക്കും ഓടിക്കാം. നമ്മൾ വേറെ ആൾക്കാർ ഓടിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ ഫോർച്യൂണേഴ്സും കേട്ടാൻ പറ്റും. ദൈവത്തിന് അറിയാം. കേട്ടാൻ പറ്റുമെങ്കിൽ കേട്ടാടാ. കേട്ടാൻ പറ്റുവാണെങ്കിൽ മക്കളെ ഇതൊന്നുമല്ല കിടുക്കാച്ചുണ്ട്. തന്നെ 6000 രൂപയാണ് ഫോർച്യൂണർ. അത് ഈ പൈസ വാങ്ങാൻ തന്നെ 1500 രൂപ. പക്ഷെ കയറ്റാം. PC മേടിക്കുമ്പോൾ കയറ്റാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ സ്റ്റിയറിംഗ് വീല് മാത്രമല്ല മേടിക്കുള്ളൂ. സ്റ്റിയറിംഗ് വീലും മൗസും കീബോർഡ്, മൗസ്, ഹെഡ്സെറ്റ്, ഗെയിം പാഡ്, ഗെയിമിംഗ് കീബോർഡ്. ടോട്ടൽ 6300 സിമ്പിൾ. എന്ത് കഷ്ടപ്പെട്ടാന്ന് അറിയാം എൻ്റെ അച്ഛനാ പൈസ ഉണ്ടാക്കുന്നത്. എന്നോടുള്ള സ്നേഹം കൊണ്ടാ. ഗൈസ് തിന്നു കഴിഞ്ഞു. ഗൈസ് നമുക്ക് ഗെയിം തെറാപ്പിസ്റ്റിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഗൈസ് ദേവനെ വിളിച്ചു നോക്കണം. ദേവനെ വിളിച്ചു നോക്കണം. ഇതുണ്ടോ ക്യാമറ ഒക്കെ വേണ്ട, നീയും വാ. ഒറ്റയ്ക്ക് എനിക്ക് അവിടെ ഒറ്റയ്ക്കാൻ പറ്റില്ല. അവനോട് വരാൻ പറ. വീട്ടുകാരില്ല തമ്മിൽ ഒറ്റയ്ക്ക് കയ്യിലൊന്ന് ചെറുതായിട്ട് തന്നെ പിടിക്കണ്ട. ചുമ്മാ
ഒരാളെന്നെ പേടിപ്പിക്കാറുണ്ട്. പേടിച്ചാൽ മതി പോരെ. നമുക്ക് നേരെ പോയിട്ട് ഇങ്ങനെ പ്യാലെടുത്ത് വന്നിട്ട് ഇങ്ങനെ വെക്കണം. പാല് കാരണം ഈ പാല് നിങ്ങൾ കുലിക്കണം, എന്നിട്ട് തിരിച്ച് അതേപോലെ വെക്കണം, എന്നിട്ട് നിങ്ങൾ മാറ്റി വെക്കണം. ഞാൻ അപ്പുറത്ത് വേണ്ട കേട്ടാ. എന്നിട്ട് നമ്മുടെ ഇതെടുത്ത് കേട്ട് വെച്ചിട്ട് ഇതൊക്കെ എടുത്തിട്ട് സ്റ്റൈലാവാം. ഇങ്ങോട്ട് അവിടെ നിന്ന് ഗെയിം തെറാപ്പിസ്റ്റിനെ വീടിരുന്ന് ഞാൻ എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് പറഞ്ഞുപോയി. കിട്ടി. ഞാൻ പറയാം, ആദ്യം മിക്സ് അടിക്കുക, എന്നിട്ട് ഈ ജാറെടുത്ത് അതിനകത്തോട്ട് സാധനങ്ങൾ മുറിച്ച് അതിനകത്തോട്ട് ബൂസ്റ്റ് വയ്ക്കുക, എടുത്തിട്ട് പഞ്ചാര ഇതെല്ലാം എടുത്തിടുക, അടിക്കുക. അത്ര മൈ ലൈഫ് എടുക്കുമ്പോൾ അധികം കട്ടാക്കാൻ പാടില്ല, പക്ഷെ ഞാൻ ഫുള്ളും കട്ടാക്കുക. കഴുകണം ഗൈസ്, കഴുകി കൊച്ചരക്ക ഇത് മുറിക്കാൻ സ്പൂണോ? അവക്കാടോ മുറിക്കാൻ സ്പൂൺ. ഇതിനിങ്ങനെ നടുക്കൂന്ന് പിടിച്ചിട്ടുണ്ടല്ലോ. കൈ മുറിയരുത്. ഫോണിനെ വരെ മറിച്ചിട്ട് കഴിവില്ലാത്ത സാധനം. ഇങ്ങനെ ഈ കുറേ വേണ്ടാത്ത സാധനങ്ങളുണ്ട്, അത് മാറ്റി വെക്കണം. ഷേക്ക് അടിക്കുന്ന കാണിച്ചു കൊടുക്കാർക്ക് ഒരു റെസിപ്പി ഇടട്ടെ ഗൈസ്. നമ്മളിങ്ങനെ സ്പൂൺ എടുക്കും, എന്നിട്ട് അതിൻ്റെ സ്പെഷ്യൽ റെസിപ്പി കാണിക്കാനില്ല, ഭയങ്കര സ്പെഷ്യലാണ്. വേൾഡിലെ ഏറ്റവും നല്ല ഷേക്ക് അടിക്കുന്ന ആൾക്കാർക്ക് പോലും അറിയത്തില്ല അല്ലേ? ഞാൻ വേറെ ഇത് തന്നെ കണ്ടിട്ട് ഇതടിക്കുന്ന അന്നേരമാണ്. ഷെല്ല് ക്ലീൻ ആക്കണം. അതെ, ഷെല്ല് ഫുള്ള് നമ്മളിങ്ങനെ ഈ ബ്രൗൺ കളർ ആക്കണം. നെക്സ്റ്റ് വൺ ഇത് ഈ ഏറ്റവും അടുത്തിട്ട് ഇവിടെ റൊണാൾഡോ ഫാനായിട്ട് ഇവൻ റൊണാൾഡോയുടെ കാർഡ് കിട്ടിയിട്ടില്ല ഇതുവരെ. ഫിഫയുടെ കുറെ കാർഡ് എനിക്ക് കിട്ടി 2 റൊണാൾഡോ, എംബാപ്പെ. എനിക്ക് എംബാപ്പേനെ കിട്ടി, റൊണാൾഡോനെ കിട്ടിയില്ല. എന്നോട് കുറെ ചോദിച്ചാൽ തന്നെ. ക്രിസ്റ്റിയാനോ ഗൈസ്, നിങ്ങൾ പറ റൊണാൾഡോനെ കൊടുക്കണോ? നിങ്ങൾ കമന്റ് ഇട. കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൊടുക്കാം. പക്ഷെ ആരും പറയരുത് ആരും പറയല്ല, പറഞ്ഞാലും ഞാൻ കൊടുക്കത്തില്ല. കണ്ടാ, പറഞ്ഞാലും കൊടുക്കത്തില്ല. പിന്നെ എന്തിനാ ഗൈസ് നിങ്ങളെ കൊണ്ട് വെറുതെ കഷ്ടപ്പെടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുറിക്കണം കേട്ടോ. തൊട്ടപ്പോഴേ മുറിഞ്ഞു പോകും. കണ്ട പച്ച വരുന്നില്ല എനിക്ക്. സത്യം പച്ച വരുന്നത് അത് തന്നെ. വെക്കടോ തൊടുമ്പളെ മുറിഞ്ഞു പോകും. ഇത് ചമ്മന്തി പോലെ ഇരിക്കണം. എന്നിട്ട് ചാച്ചന്റെ ഭ്രാന്ത്. ചാച്ച വിട്ടിട്ട് ചാച്ച വാസ്കണോ? റൊണാൾഡോ പേരായിട്ട് അങ്കര മെസ്സി. പാല് പാല് ജാറിലോട്ട് മൂത്രമൊഴിക്കണേ. ശാശവും അവക്കാടോടെ സാധനം കാണിച്ചാൽ സാധനമാണ് അവക്കാടോടെ. ഇവൻ അടിക്കാൻ നേരത്തെ നമുക്ക് ഇതിന്റെ മൂടി മാറ്റിയേക്കാം. അവക്കാടോ
അന്ത്യന്യാസിയോണി വഴി മാറാ. ഓക്കെ പത്തണ്ട ആ വേറെ ഇല്ലടാ, നമ്മൾ കുടിക്കണ്ട. ഓക്കെ നീ വാശിയാട്ടാ. വാശി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മിക്സി കുട്ടനെ എടുക്കുക. മിക്സി ഇവരെ അറിഞ്ഞില്ല, ഞാൻ വെറുതെ പിടിച്ച് തിരിച്ചിട്ട് എന്നെ അറിഞ്ഞില്ല ഞാൻ ഓണാക്കിയത്. ആർക്കെങ്കിലും ബി എമ്മിന്റെ സൗണ്ട് കേൾക്കണം? വേണ്ട. BM-ന്റെ സൗണ്ട് അല്ല ഇനി പിടിച്ച് ഞെക്കല്ലാട്ടാ, പറക്കുമല്ല. പറക്കും നളിക അവക്കടോ അവക്കടോ. പഞ്ചസാര ഇടുക. എവിടെയാ ബൂസ്റ്റ്? ബൂസ്റ്റ് ഇടാണ്ട് എന്ത് ഷേക്ക്? ബൂസ്റ്റ് അടിക്കാൻ പറഞ്ഞു. 2 ബൂസ്റ്റ് ഇരിപ്പുണ്ട്, പക്ഷേ ഇപ്പം ഞാനതെടുത്തു. സോറി ചേച്ചി. 5 ബൂസ്റ്റ് മേടിച്ചതിന് 3 ഞാൻ അല്ല 5 4 ബൂസ്റ്റ് മേടിച്ചതിനകത്ത് 2 ഞാൻ നിന്ന് 2 ഷേക്ക് അടിച്ചു. സോറി ഷേക്ക് അടിച്ചോ? ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, പറയത്തില്ല ഞാൻ പേഴ്സണലായിട്ട്. സോറി ഫോർ ദാറ്റ്. ചേച്ചി വന്നിട്ട് വെട്ടി അരച്ചേക്ക്. എൻ്റെ ചേച്ചി അങ്ങനെ ചെയ്യും. ഞാൻ മിക്സ് ചെയ്യാം. അവിടെ ബൂസ്റ്റോട് ഷേക്ക് അടിക്കാൻ എടുത്തു. അവിടെ ഇരിക്കണോ, ഇങ്ങനെ പഠിക്കില്ലേ. ആർക്കെങ്കിലും അഗ്നിയുടെ സ്പെഷ്യൽ അവക്കാടോ ഷേക്ക് വെള്ളം ഒഴിക്കുക. എല്ലാ അളവിനനുസരിച്ച് മാത്രം. ഞാനേ ഇത് അടച്ചേക്കാം, എന്നിട്ട് തിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് സൗണ്ട് എനിക്ക് ഇറിറ്റേഷൻ ആവും. ഞാൻ പോസ് ചെയ്യുവാണേ.